അസ്സലാമലൈക്കും. അപ്പം നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ കുരുകളയിലൊക്കെ എന്തെങ്കിലും തത്താങ്ങൾ കാട്ടിലെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനല്ല കേട്ടോ ഇപ്പം കളയിൽ. ആദ്യമൊക്കെ ഞാൻ തന്നെയാണ് കളഞ്ഞിരുന്നത്. ഇപ്പം ഞാൻ ഒരു അടുത്തത്തെ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചലാണ് കേട്ടോ. ഉള്ളിന്ന് അതേപോലെ തന്നെ വലിയ ഉള്ളി നോക്കിങ്ങാണ്ട് കൊടുങ്ങാണ്ട് അതും കൊടുക്കും. ഈത്തപ്പഴം കുരുകളയാൻ വേണ്ടിങ്ങാണ്ട് ഒരിടത്ത് കൊടുക്കും. വെളുത്തുള്ളിയും തന്നെ കേട്ടോ. നമ്മളൊറ്റക്ക് തൊലിച്ചാൽ ഇതൊക്കെ കൂടെ കഴിയൂല. ഇപ്പോൾ ഉള്ളി തൊലിച്ചലും ഈത്തപ്പഴം തൊലിച്ചലും വീഡിയോ എടുക്കലും ഒക്കെ പാടെത്തൂല. അപ്പം ഞാൻ ഉള്ളിയൊക്കെ കൊടുങ്ങാണ്ട് ഓട്ടം കൊണ്ടേ കൊടുത്താൽ അത് തൊലിച്ചിങ്ങാണ്ട് തരും കേട്ടോ. അപ്പോൾ ഓക്ക് തന്നെ ചെറിയൊരു വരുമാനം ആവും ചെയ്യും, ഓക്കൊരു ചെറിയൊരു പണി ആവും ചെയ്യും. അതേപോലെ തന്നെ ഇച്ചും തന്നെ അതിക്ക് പറഞ്ഞ കണക്കോളം തൊലിച്ച് കിട്ടും ചെയ്യും കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊന്നും തൊലിച്ചാൽ എന്തായാലും അത് കണക്കോളം ആയി കിട്ടൂല കേട്ടോ. ഇത്ര മരുന്നിന് ഇത്ര ഉള്ളി ഇത്ര ഈത്തപ്പഴം എന്നൊക്കെ എല്ലാം കണക്കിന് ചേർത്ത് കഴിഞ്ഞാൽ ഈ വിറ്റാമിൻ്റെ കുറവിനും അതേപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ രക്തം ഉണ്ടാവാനും ശരീരത്തിന് തടി നന്നാവാനും ഒക്കെ പറ്റുന്ന സാധനങ്ങൾ. അതുമാതിരി ചെറിയ ഉള്ളിയും തന്നെ രക്തം ശുദ്ധിയാവാനും ഒക്കെ പറ്റണ മരുന്ന്. അതൊക്കെ അതിൻ്റെ കണക്കോളം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടില്ലേ. അപ്പോൾ കുറച്ച് ലേഹം ബോട്ടിലാക്കാനും അയക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണ സാധനം ഒരു ലീക്കും കാര്യമൊന്നും ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം ഇൻസുലേഷൻ ടാപ്പ് ചുറ്റി അതിൻ്റെ മേലെ വേറൊരു കവറൊക്കെ ചുറ്റിയിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ ഈ പോസ്റ്റിൽ കൂടി പല സാധനം അയക്കണതല്ലേ, പേപ്പറും കവറും അതേപോലെ പാസ്പോർട്ടും ഫയലുകളൊക്കെ. അതിക്ക് നമ്മൾ ഈ എണ്ണ നെയ്യോ എന്തെങ്കിലുമൊക്കെ ലീക്കായിങ്ങാണ്ട് ഇതായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളാ ഓല നല്ല വില പിടിച്ച ഫയലിൽ കൂടിയൊക്കെ നമ്മളെ സാധനങ്ങൾ ചേർന്ന്. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിക്ക് കണ്ടോ സീൽ വെച്ചിങ്ങാണ്ട്. അതേപോലെ തന്നെ ആദ്യം ചെയ്തതിന് ഇസ്തിരിപ്പെട്ടിയോണ്ടേന് കേട്ടോ. ഇസ്തിരിപ്പെട്ടിയോണ്ട് വെച്ചിട്ട് ചെറിയ തോതിലൊക്കെ ലീക്കുണ്ടെന്ന് എത്ര കവർ ഇട്ടാലും പറഞ്ഞേനു. അപ്പോൾ ഈ സീല് വാങ്ങിയവിടെ നിന്ന് ഈ ലീക്കിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇഞ്ചേക്കുന്ന ലേഹ്യം വാങ്ങിയവരൊക്കെ ഇഞ്ചടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ വോയിസ് ഇടും. അപ്പോൾ ഇതിലൊന്ന് കമൻറ്റ് ഇടും കേട്ടോ. എന്നാലുള്ളെല്ലാം തുടർന്ന് ഇനി വാങ്ങണവർക്ക് കമൻറ്റ് നോക്കിങ്ങാണ്ടൊക്കെ വാങ്ങണവരുണ്ടാവും. നല്ലതാണോ ചീത്തയാണോ എന്ന് അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടേക്കാരം ചിലർ വാങ്ങട്ടോ. വീഡിയോ ഒക്കെ അവിടെ എടുത്തേക്കും, എഡിറ്റ് ചെയ്തങ്ങാണ്ട് ഇടാനൊരു മടിയാണ്. പിന്നെ ഒഴിവും ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ വീഡിയോ ഇടുകൊണ്ടോന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് മെനക്കെട്ട് കേട്ടോ. ഇൻസുലേഷൻ ടാപ്പ് നല്ലോണം അങ്ങോട്ട് ചുറ്റിയിട്ട് അതിൻ്റെ മേലൊരു കവറിങ് വെക്കും കേട്ടോ. ആ കവറിങ് അഥവാ ലീക്കായിങ്ങാണ്ട് എന്തെങ്കിലും ഇതിൽ പോരുകയാണെങ്കിലും ആ കവറിൻ്റെ ഉള്ളിൽ പോട്ടെ വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ മേലെ ഈ ബബിൾ ടാപ്പും കൂടി ചുറ്റിയിട്ട് അതിൻ്റെ മേലെ ഒന്നുകൂടി ഇൻസുലേഷൻ ടാപ്പ് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളെ കൊറിയർ കവറിൽ ഇട്ടിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഈ ബബിൾ ടാപ്പ് എന്തിനാ ചുറ്റണത് അറിയോ? ഈ കുപ്പിക്ക് വല്ല ഡാമേജും വരുന്നതിന് വേണ്ടിയിട്ട് ഈ കൊറിയർ ഓഫീസിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തിടല്ലേ കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചുറ്റണത് കേട്ടോ. ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിപ്പിടിച്ചിട്ടാണ് അപ്പോൾ ഇടങ്ങാറായിക്കണത്. അതിന് എങ്ങനെ മാന്തിപ്പറിച്ചാലും അത് ഒട്ടിപ്പിടിച്ചും കൊണ്ട് ഇന്നേക്കാരം. ഏതായാലും നുള്ളിപ്പറിച്ചൊക്കെ ഒട്ടിച്ചുണ്ടാക്കുന്നുണ്ട് ഞാൻ കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മളെ കൊറിയർ എങ്ങനെയെന്ന് കേട്ടോ. നമുക്ക് അയക്കണത് കൊറിയർ ഓഫീസിക്കും അയക്കണുണ്ട്, പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം കേട്ടോ. പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണെങ്കിൽ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീട്ടിൽ സാധനം കിട്ടും. അതില്ല കൊറിയർ ഓഫീസ് വഴിയാണെങ്കിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിലാണ് കിട്ടുക കേട്ടോ. പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ കൊടുന്നു തരും. സാധനങ്ങൾ അഡ്രസ്സ് തന്ന് പൈസ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കൊടുന്നു തരും. കൊറിയർ ഓഫീസ് വഴിയാണെങ്കിൽ അവിടെ പോയിങ്ങാണ്ട് വാങ്ങിക്കൊണ്ടിരും വേണ്ടിയിട്ട് കേട്ടോ. വീട്ടിൽ ആളില്ലാത്തവരൊക്കെ ചിലപ്പോൾ ഗതിയുടെക്കാരം. ഇന്നാലോ പുറത്തു കൂടി നടക്കുന്ന ആണുങ്ങൾക്ക് അതാണ് സൗകര്യം കേട്ടോ. എന്താ വെച്ചാൽ ആൾ വന്നിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുമ്പോൾ പോയിങ്ങാണ്ട് മേടിച്ചു വന്നാൽ പോരെ. അതാണ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യട്ടോ. മറ്റേത് 5 ദിവസത്തിനുള്ളിൽ നമ്മളെ പെണ്ണുങ്ങൾ ഒറ്റക്കില്ല പെരയിൽ ഇതാണ് നല്ലത്. കുടിക്ക് കിട്ടുമല്ലോ സാധനം ഓർഡർ ചെയ്താൽ. ദിവസം 3 മണിക്ക് വീഡിയോ വന്നിരുന്ന ചാനലല്ലേ, ഇതിൽ വീഡിയോ ഇടാതായപ്പോഴേ വ്യൂസ് കുറഞ്ഞിരിക്കണ്. അപ്പം ഞാനാണെങ്കിൽ ലേഖത്തിൻ്റെ പണി എടുക്കുകയും ചെയ്യും. എനിക്ക് കസ്റ്റമർ പറഞ്ഞാൽ ഈ വാങ്ങിയ തന്നെ റിപ്പീറ്റ് കസ്റ്റമറാണ് കേട്ടോ. വീഡിയോ ദിവസം അങ്ങോട്ട് ഇട്ടെങ്കിലേ ഉള്ളൂ ശരിക്ക് വ്യൂസും ഉണ്ടാവുക. ആൾക്കാരുടെ മുന്നേക്ക് വീഡിയോ എത്തിങ്ങാണ്ട് നമ്മൾ സാധനം വിറ്റ് പോവുക ചെയ്യുക. പക്ഷേ ഞാൻ എന്താ അറിയോ, ഇനിയിപ്പോൾ ഞാൻ ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ താത്താൻ്റെ വീഡിയോ കണ്ട് ശീലമായവരാണ്. ഇതിൽ ഞാൻ ഏഞ്ചൽ ലേഹ്യത്തിൻ്റെ അഭിപ്രായം പറഞ്ഞൊരു പെണ്ണിൻ്റെ വോയിസ് വെച്ചിരിക്കണം കേട്ടോ. നമ്മളെ കുടീൻ്റെ അടുത്തുള്ള തന്നെയാണ്, ഞാൻ ചോദിച്ചിട്ട് തന്നെ വെച്ചിരിക്കണം കേട്ടോ. വോയിസ് വെക്കുമ്പോൾ നമുക്ക് ഓരോ സമ്മതമല്ലാതെ വെക്കാൻ പാടില്ലേ. സോറി, എൻ്റെ ലേഹ്യത്തിൻ്റെ മകൾക്ക് നല്ലോണം ഇഷ്ടമായിക്കണ. എന്തെല്ലാം സാധനം ഞാൻ വാങ്ങിക്കൊടുത്തോളൊന്നും തിന്നൂല. ഒക്കെ അവിടെ കുറച്ച് തിന്നു പിന്നെ ബാക്കി ഇടും. ഇത് ഏതായാലും ഇഷ്ടപ്പെട്ടിരിക്കണം. ഇത് നല്ല രസമുണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി അടുത്ത കുപ്പി ഞാൻ ഓർഡർ ചെയ്യേണ്ടത് കച്ചട്ടോ. അപ്പോൾ ഈ വാങ്ങിയാലൊക്കെ നല്ല അഭിപ്രായം കേൾക്കണ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മൾ ഉണ്ടാക്കിയൊരു മുതലിന് കുറ്റം പറഞ്ഞാണ്ടാണെങ്കിൽ ഓലെ പൈസ പോയി എന്നും കേൾക്കുകയാണെങ്കിൽ എന്താ അപ്പോൾ അതിൻ്റെ സുഖമല്ലത്.
അപ്പം നമ്മൾ നട്സിൻ്റെ ലേഹ്യത്തേക്കില്ലേ ബീട്രൂട്ടിൻ്റെ ചാറെടുക്കണ രംഗമാണ് ഇപ്പോൾ കണ്ടു കേട്ടോ. പിന്നെ അതിക്ക് വേണ്ട നമ്മളെ തേനുണ്ട്, നാടൻ നെയ്യുണ്ട്, പിന്നെ നമ്മളെ എള്ള് ആട്ടിയെടുത്ത നല്ല എണ്ണ ഉണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടാട്ടോ ലേഖം വരകണേ. ചട്ടിയൊന്നും പിന്നെ നമ്മൾ വാടകയ്ക്ക് എടുക്കല കേട്ടോ. അപ്പം ചെമ്പ് കൊടുന്ന് തന്നാൽ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെന്നാക്കാണ്ടാവും. പല കല്യാണപ്പരി കൂടിയും പോയി പണി നടക്കണതല്ലേ. അപ്പം ശരിക്കും കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ അടുപ്പത്തേക്ക് വെക്കണത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. നമുക്ക് ഈ മഴക്കാലമൊക്കെ ആയപ്പോഴേ നമ്മളെ ലേഹ്യത്തിന് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിച്ച ഇത് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടേ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഇടയ്ക്കൊക്കെ വരണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.